ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഈ ഒരു സെയിം ഫിഗർ നമ്മൾ ഒരു മെത്തേഡിൽ വരയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതല്ല, ഇപ്പം നമുക്ക് ദാണ്ട് ഇതുപോലെ ഈ ഒരു 15 എന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടില്ലെന്ന് വെച്ചോ. ഈ 15 എന്നുള്ള ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടില്ല. പകരം നമുക്ക് തന്നേക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഹൈറ്റ് 10 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഈ ചരിഞ്ഞ സൈഡിൻ്റെ ലെങ്ത് 18.3 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഇതിനിടയിലുള്ള ആംഗിൾ 56 എന്നുമാണ് തന്നേക്കുന്നത്. ഇവിടുത്തെ കേസിൽ വരുമ്പോൾ ഈ ഒരു ലൈൻ ഈ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്നത് 34 ഡിഗ്രിയും ഈ ലൈനിന്റെ ലെങ്ത് 18.03 എന്നുമാണെന്ന് വെച്ചോ. അപ്പോൾ ഈ ഒരു ഡേറ്റാസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വരയ്ക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ യൂട്ട് തന്നെ യൂണിറ്റ് UN ടൈപ്പ് ചെയ്തു. യൂണിറ്റ് ഏതാണോ നമുക്ക് വേണ്ടത് അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ്സിൽ പോയിട്ട് ഇവിടെ ഒബ്ജക്റ്റ് സ്നാപ്പിൽ ഈ ഓപ്ഷൻസ് എല്ലാം ടിക്ക് ഓൺ ആക്കുക, ഓക്കെ കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ലൈൻ L ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളിവിടെ ഫസ്റ്റ് പോയിന്റ് കൊടുത്തു. ഫസ്റ്റ് പോയിന്റ് കൊടുത്തിട്ട് ഇതിപ്പോൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കറക്റ്റ് അതുപോലെ കിട്ടണമെങ്കിൽ നമുക്ക് F8 എന്നുള്ളതൊന്ന് പ്രസ് ചെയ്യും. ഇപ്പോൾ F8 ഓഫ് ആവുകയാണെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ആയി കിട്ടും. F8 ഓൺ ആക്കിയാൽ നമുക്ക് ഒന്നീ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഞാനിത് വെർട്ടിക്കൽ താഴോട്ട് എടുത്തു, ഡിസ്റ്റൻസ് 30 കൊടുത്തു, എൻ്റർ അടിച്ചു. ഇനി റൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 10 ആണ് തന്നേക്കുന്നത്. അപ്പോൾ റൈറ്റിലേക്ക് ഡയറക്ഷൻ കൊടുത്തിട്ട് 10 ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. നേരെ മണ്ടയ്ക്കോട്ട് നമുക്ക് തന്നേക്കുന്ന ഡിസ്റ്റൻസ് എത്ര? 10 ആണ്. അപ്പോൾ നേരെ ഡയറക്ഷൻ മണ്ടയ്ക്കോട്ട് വെച്ചു, 10 കൊടുത്തു. എന്നിട്ട് ഇവിടെ നമുക്ക് ഇപ്പം F8 ഒന്ന് ഓഫ് ആക്കുക. ഓഫ് ആക്കിയിട്ട് ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് തന്നേക്കുന്നത് 18.3 എന്നാണ്. 18.03 ആണ് ഡിസ്റ്റൻസ് തന്നേക്കുന്നത്. അതിനിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 56 ആണ് വന്നേക്കുന്നത്. ഓക്കെ, 56. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെ 90, നമ്മൾ റൈറ്റ് ആംഗിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് ഈ ഒരു 10 ഡിസ്റ്റൻസ് ഉള്ള ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ ഇവിടെ 56 90 എന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എത്ര? 34 എന്നാണ് വരുന്നത്. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ, അതായത് ഇപ്പം നമ്മളൊരു ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കുവാണെന്ന് വെച്ചോ. ഇപ്പോൾ ഹൊറിസോണ്ടൽ ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചെന്ന് വെച്ചോ. അപ്പോൾ ആ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ലൈനും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇവിടെ 34 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആന്റി ക്ലോക്ക് വൈസ് നമ്മൾ പറഞ്ഞായിരുന്നു ഓട്ടോകാഡിലെ ഡ്രോയിങ് ആംഗിൾ എല്ലാം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് എത്ര? 34 എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ആംഗിൾ ആണ്. അപ്പോൾ ഇത് വരയ്ക്കാൻ നേരത്ത് നമ്മൾ ചെയ്യുന്നതിന് എളുപ്പമാർഗം എന്ന് വെച്ചാൽ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. എന്നിട്ട് ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കൊടുക്കണമല്ലോ. അപ്പോൾ ആദ്യം അറ്റെന്ന് കൊടുക്കുക. നമ്മൾ ആ റിലേറ്റീവ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ ആംഗിളും അതുപോലെ ഡിസ്റ്റൻസും അറിയാവുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ അറ്റെന്നുള്ള സിമ്പിൾ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഡിസ്റ്റൻസ് തന്നേക്കുന്നത് എത്ര? 18.03 എന്നാണ് തന്നേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആംഗിളിൻ്റെ സിമ്പിൾ നമ്മുടെ ഈ കമാൻഡ് പ്രോംപ്റ്റിൽ ഒന്ന് നോക്കിയാൽ മതി. ആദ്യം അറ്റ് കൊടുത്തു, എന്നിട്ട് 18.303 എന്നുള്ള വാല്യൂ കൊടുത്തു, ആംഗിൾ സിമ്പിൾ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് കൊടുക്കേണ്ട ആംഗിൾ 34 എന്നാണ്. പക്ഷെ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ട് നമ്മൾ -34 എന്ന് ഇവിടെ കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റേ 360 നിന്ന് 34 മൈനസ് ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ പോസിറ്റീവായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ തൽക്കാലം ഞാൻ -34 എന്ന് കൊടുത്തു, എൻ്റർ കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ വീണ്ടും F8 ഓൺ ആക്കി. F8 ഓൺ ആക്കിയിട്ട് ഇവിടെ ഡയറക്ഷൻ എടുത്തു, 20 എന്ന് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇനി അടുത്തത് വീണ്ടും നമ്മൾ അറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 18.03 കൊടുത്തു, ആംഗിൾ സിമ്പിൾ കൊടുത്തിട്ട് അവിടെ വന്നേക്കുന്ന ആംഗിൾ 34 ആണ്. അപ്പോൾ നമ്മൾ +34 എന്ന് കൊടുത്തു, എൻ്റർ അടിച്ചു. എന്നിട്ട് നേരെ താഴോട്ട് 10 കൊടുത്തു, എൻ്റർ അടിച്ചു. ഇവിടെ ഇങ്ങോട്ട് എടുത്തു, 10 കൊടുത്തു, മേളിലേക്ക് 30, ലെഫ്റ്റിലേക്ക് 30 കൊടുത്തു, നേരെ താഴോട്ട് 10, വീണ്ടും ലെഫ്റ്റിലേക്ക് 10, നേരെ മണ്ടയ്ക്കോട്ട് ഡയറക്ഷൻ കൊടുത്തിട്ട് 10 കൊടുത്തു. എന്നിട്ട് ഇവിടെ 30 കൊടുക്കണമെങ്കിൽ 30 കൊടുക്കാം, അല്ലെങ്കിൽ നേരെ കൊണ്ടുവന്നിട്ട് ഈ ഒരു എൻഡിൽ അങ്ങ് ക്ലിക്ക് ചെയ്താലും നമുക്ക് ഈ സെയിം ഫിഗർ അവിടെ വരയ്ക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ രീതിയിലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സെയിം വാല്യൂസ് തന്നെ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, കറക്റ്റ് ആ ഒരു എൻ പോയിന്റ്സ് നമ്മൾ അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് ചെറിയൊരു വ്യത്യാസം കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ആ ഒരു ക്ലിക്ക് ചെയ്ത പോയിന്റ്സിന്റെ വ്യത്യാസമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ബാക്കിയുള്ള എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കി
ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്ത മെത്തേഡിൽ ഇവിടെ വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 എന്നായിരുന്നു. അപ്പം നമ്മളിവിടെ ഈ പോയിന്റും എടുത്തു. നമുക്കൊരു ചെറിയൊരു പോയിന്റിന്റെ വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ആ ഒരു ആംഗിൾ ഒക്കെ മെഷർ ചെയ്യുന്നതിന്റെ പോയിന്റിന്റെ വ്യത്യാസമൊക്കെ വരുന്നത്. ഓക്കെ, 15 എന്നായിരുന്നു നമുക്ക് അവിടെ കിട്ടേണ്ടത്. ഇവിടെ ഇപ്പം നമ്മൾ ആ ഒരു ഡെസിമൽ പോയിന്റ് എടുക്കുന്നതിന്റെ വ്യത്യാസത്തിലാണ് ഇങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. ഇനി നമ്മൾ ഇപ്പം ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഇവിടെ നോക്കുവാണെങ്കിൽ 10 എന്ന് വരും. അതുപോലെ ഇപ്പം ഈ ചരിഞ്ഞ് ഡയമെൻഷൻ എടുക്കണമെങ്കിൽ അലൈൻഡ് എന്നുള്ള എടുക്കുക. അലൈൻഡ് എന്ന് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ എൻ പോയിന്റ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 18.03 എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു മെത്തേഡ് വെച്ചിട്ടും ഇപ്പം ചില ഡ്രോയിങ്സിൽ നമുക്കിപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് തന്നിട്ടില്ല, പകരം ഇതാണ് തന്നേക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു മെത്തേഡ് വെച്ചിട്ടും വരയ്ക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ആംഗിളും കൂടെ അറിയാമെങ്കിൽ മാത്രമേ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കറക്റ്റ് ഈ ഒരു ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് അറിയേണ്ടി വരും. എന്നാൽ മാത്രമേ ആ ഒരു കറക്റ്റായിട്ട് ഡ്രോയിങ്ങിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ദെൻ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ ദെൻ, താങ്ക് യു. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ ദെൻ, താങ്ക് യു.